കേരളത്തിലെ BJPയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥി പട്ടികയിൽ 25% മുൻ UDF നേതാക്കളാണ്. പത്തനംതിട്ട, എറണാകുളം, കണ്ണൂർ, മാവേലിക്കര മണ്ഡലങ്ങളിൽ മുൻ കോൺഗ്രസ് നേതാക്കളും മലപ്പുറത്ത് ലീഗ് നേതാവുമാണ് മുന്നണിയിൽ മത്സരിക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയാണ് BJP പട്ടികയിലെ പ്രധാന കോൺഗ്രസ് സംഭാവന. കണ്ണൂരിൽ മത്സരിക്കുന്ന C. രഘുനാഥ് മുൻ DCC ജനറൽ സെക്രട്ടറിയാണ്. K. സുധാകരൻ്റെ വിശ്വസ്തനായ രഘുനാഥ് നിയമസഭയിൽ ധർമ്മടത്ത് UDF സ്ഥാനാർത്ഥിയായിരുന്നു, അതായത് പിണറായി വിജയനെതിരെ. മാവേലിക്കരയിലെ NDA സ്ഥാനാർത്ഥി ബൈജു കലാശാല മുൻ DCC ജനറൽ സെക്രട്ടറിയാണെന്ന് മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിലെ UDF സ്ഥാനാർത്ഥിയുമായിരുന്നു. മലപ്പുറത്തെ സ്ഥാനാർത്ഥി ഡോക്ടർ M. അബ്ദുൽ സലാം മുസ്ലിം ലീഗിൻ്റെ സംഭാവനയാണ്. എറണാകുളത്തെ സ്ഥാനാർത്ഥി ഡോക്ടർ K. രാധാകൃഷ്ണൻ ഏറെക്കാലം കോൺഗ്രസിൻ്റെ സ്വന്തം മാഷായിരുന്നു. AK ആൻ്റണിക്കും ഉമ്മൻചാണ്ടിക്കും പ്രിയങ്കരൻ. അപ്രതീക്ഷിത സ്ഥാനാർത്ഥിക്ക് വേണ്ടി BJP ഒഴിച്ചിട്ട എറണാകുളം സീറ്റിൽ പ്രഖ്യാപനം വന്നപ്പോഴാണ് സ്ഥാനാർത്ഥി പഴയ മുഖമെന്നാണ് അറിയുന്നത്. മാത്രമല്ല പഴയ കോൺഗ്രസ്സുകാരനുമാണ്. പത്മജയ്ക്ക് പിന്നാലെ കോൺഗ്രസിൽ നിന്ന് എറണാകുളത്തെ വനിതാ നേതാവിനെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കാൻ നടത്തിയ നീക്കം നീണ്ടുപോയപ്പോഴാണ് 6 കൊല്ലം മുമ്പേ BJPക്കൊപ്പമായ KS രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കിയത്. കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച രാധാകൃഷ്ണൻ എറണാകുളത്ത് ഇതാദ്യ മത്സരമാണ്. BJP സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണിപ്പോൾ. മഹാരാജാസ് കോളേജ് അധ്യാപകനായിരിക്കെ അദ്ദേഹം കോൺഗ്രസ് ക്യാമ്പുകളിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു, ക്ലാസ് എടുത്തിരുന്നു. കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ, PSC ചെയർമാൻ തുടങ്ങിയ മുൻനിര സ്ഥാനങ്ങൾ നേടിയെടുത്തു. സംസ്ഥാനത്തും ഇനി കോൺഗ്രസിന് തിരിച്ചു വരവില്ല എന്ന് ഉറപ്പായപ്പോൾ പുതിയ ലാവണം തേടി BJPയിലേക്ക് ചാടുകയായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ മത്സരിച്ചെങ്കിലും കാര്യമായ ചലനമുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ മത്സരിച്ചപ്പോഴും BJPയുടെ കിട്ടിക്കൊണ്ടിരുന്ന 10 വോട്ടുകൾ പോലും നേടാൻ കഴിയാഞ്ഞത് ചർച്ചയായി. തൊട്ടുമുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചതിനേക്കാൾ 10,000-ഓളം വോട്ട് ഇദ്ദേഹത്തിന് കിട്ടിയില്ല. ആ വോട്ട് ചോർന്നുപോയി. അവിടെ UDF സ്ഥാനാർത്ഥി ജയിച്ചതും വെറും 992 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. വോട്ട് ചോർച്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ രാധാകൃഷ്ണൻ തന്നെ പാർട്ടിക്ക് പരാതി നൽകി. BJPയിലേക്ക് മറ്റ് പാർട്ടികളിൽ നിന്ന് വരുന്നവർക്ക് അംഗീകാരം നൽകുമ്പോൾ തങ്ങൾക്ക് പരിഗണന കിട്ടുന്നില്ലെന്ന് പാർട്ടി പ്രവർത്തകർക്ക് പരാതിയുണ്ടെന്ന് മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ CKP കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് രാധാകൃഷ്ണന് വീണ്ടും സ്ഥാനാർത്ഥിത്വം നൽകിയത്. BJPക്കാർ സംവിധായകൻ കൂടിയായ മേജർ രവി അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇത്രയൊക്കെ പോരെ UDFൻ്റെ സംഭാവന. ഇത് മറ്റൊരു ത്രിപുരയാക്കാനുള്ള മോദിയുടെ വാഗ്ദാനത്തിൻ്റെ ആദ്യപടിയാണ്. മോദി തന്നെ ഒരിക്കൽ പറഞ്ഞത് കേരളം അടുത്ത ത്രിപുരയാണെന്നാണ്. ത്രിപുരയിൽ സംഭവിച്ചതെന്താ? ആദ്യം 10 കോൺഗ്രസ് MLAമാരെ BJP വിലയ്ക്ക് വാങ്ങി. പിന്നീട് മൊത്തമായും ചില്ലറയായും കച്ചവടമായിരുന്നു. ഒടുവിൽ ഭരണം പിടിച്ചു. അതായത് അവിടുത്തെ കോൺഗ്രസ് മൊത്തമായും ചില്ലറയായും BJP ആയി. പിന്നെന്ത് വേണം? അതുപോലെ തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടിരിക്കുക കോൺഗ്രസ് നേതാക്കളെ. അധികം താമസിയാതെ ഇവിടുത്തെ കോൺഗ്രസ് BJP ആയി മാറും.